ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ടയുടെ ഏവിയേറ്റർ വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ അങ്കമാലി പോയി എടുത്തു വന്നേർന്നതാണ്. അവിടെ ഞങ്ങൾ ചെന്ന് അടിക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ടായില്ല, പ്ലഗിൽ കറണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി വണ്ടി കറണ്ടിൻ്റെ പ്രോബ്ലം ആയിരുന്നു. നമ്മളവിടെ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്ലഗിലേക്ക് ഇത് ഈ കോയിലിൽ നിന്ന് കറണ്ട് വരാത്തൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ചവിട്ടിത്തള്ളി അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അതായത് നിലവിൽ കംപ്ലയിൻറ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാനായിട്ട്. ചില കംപ്ലയിൻറ്റുകൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം വെച്ചാൽ പിന്നീട് ഈ നേരം വരെ ഈ വണ്ടിക്ക് യാതൊരു പ്രശ്നം കാണിച്ചിട്ടില്ല. ഇടയ്ക്ക് പവർ കട്ടായി പോകാമെന്നുള്ളതാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ അതിന് വരാൻ സാധ്യതയുള്ള സംഭവങ്ങൾ ഈ CDI എന്ന് പറയുന്ന ഈ യൂണിറ്റൊക്കെയാണ്. ഈ CDI യൂണിറ്റ്, HT കോയിൽ എന്ന് പറയുന്നത് അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് ഈ വന്ന ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിലൊരു കോയിൽ തന്നെ ഉണ്ട്. അതിൻ്റെ പ്രോബ്ലം കൊണ്ടും വന്ന കേസാണ് ഈ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ സംശയത്തിൻ്റെ പുറത്ത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ മാറ്റിയിട്ട് കാര്യമില്ല. കാരണം ഈ CD യൂണിറ്റിന് തന്നെ ഏകദേശം 2000 അടുത്ത് കോസ്റ്റ് ഉണ്ട്. 2000 രൂപ വിലയുള്ള സംഭവമാണ്. അപ്പോൾ അതല്ല അതിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ പോകും നമ്മുടെ. അപ്പോൾ നിലവിൽ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇതുവരെ വേറെ കംപ്ലയിൻറ്റ് കാണിച്ചില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഇന്നലെയും നോക്കി, ഇന്നലെയും കറക്റ്റായിരുന്നു. ഇന്ന് കാലത്ത് വന്ന് നോക്കുമ്പോൾ ഇന്നും വേറെ യാതൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല. ആ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ആ ടൈമിൽ ചെക്ക് ചെയ്യാനാണ് നമുക്ക് പറ്റുള്ളൂ. അതായത് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇത് ഞങ്ങളന്ന് ചെന്ന് അടിക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടായില്ല. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഇതിനകത്ത് ഇട്ടേക്കാം, നമ്മൾ നോക്കിയതിൻ്റെയൊക്കെ. കാരണം എന്താ വെച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി എഞ്ചിൻ തണുത്ത് കഴിഞ്ഞപ്പോൾ നോർമലായിട്ട് വണ്ടി സ്റ്റാർട്ടായി. എന്നിട്ടും നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് കണ്ടാണ് ചെക്ക് ചെയ്യാൻ വെച്ചുകൊണ്ടിരുന്നതാണ്. വീണ്ടും യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ കാണിക്കുന്നില്ല. കാരണം നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയാലാണ് അത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ. എന്തിൻ്റെയാണ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാണ്ട് നമ്മൾ, അതല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം കൂടി അവിടെ മാറ്റിക്കളയണം. അപ്പോൾ അത്രയും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. അപ്പോൾ ഒന്ന് കൺഫേം ചെയ്യാതെ കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് മാത്രമല്ല വയറിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടും വന്നുകൂടായില്ല. അപ്പോൾ അത് കൺഫേം ചെയ്യാതെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും പൈസ നമ്മുടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റിൻ്റെ അവസ്ഥ, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുക, സഹകരിക്കുക. അതെടുത്ത് ഇത് നോക്കി സ്റ്റിക്കർ അടിച്ച് നോക്കി.